മാനന്തവാടി ചാലിഗദ്ദയിൽ ആളെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം പുരോഗമിക്കുന്നു. ആന കേരള കർണാടക അതിർത്തിയിലെ കാട്ടിക്കുളം ബാവലി പാതയിലാണെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. എന്നാൽ കർണാടകയിലെത്തിയാൽ മയക്കുവെടി വെക്കില്ലെന്ന് കർണാടക വനംവകുപ്പ് അറിയിച്ചു. അതേസമയം ആന കൊലപ്പെടുത്തിയ അജിയുടെ സംസ്കാരം പടമലപ്പള്ളിയിൽ ഇന്ന് 3 മണിയോടെ നടക്കും. AK ലതീഷ് കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, വനംവകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആന ഇപ്പോൾ എവിടെയാണുള്ളത്? വനംവകുപ്പിന്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണോ ആനയുള്ളത് ഇപ്പോൾ? കീർത്തി, വനംവകുപ്പിന്റെ പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെയാണ്. ആനയുടെ സഞ്ചാരപാത കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ബാവലി കാട്ടിക്കുളം ഭാഗത്തേക്ക് ഈ മണ്ണുണ്ടി പ്രദേശത്ത് നിന്നും ആന നീങ്ങി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് പരസ്പരം ബന്ധം ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കാട്ടിക്കുളം ബാവലി റൂട്ട് എന്ന് പറയുന്നതും ഈ പറയുന്ന മണ്ണുണ്ടി എന്ന് പറയുന്ന പ്രദേശവും തമ്മിൽ അധിക ദൂരമില്ല. വനത്തിനുള്ളിലൂടെ തന്നെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇതെല്ലാം. ആ മേഖലയിലേക്ക് ആനയുടെ സഞ്ചാരം എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ആന എത്തുകയാണെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. 4 കുങ്കി ആനകളെയാണ് ബാവലിയിൽ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും മയക്കുവെടി വെച്ച ശേഷമായിരിക്കും ബാവലി ഈ പറയുന്ന സ്ഥലത്തേക്ക്, എവിടെയാണോ മയക്കുവെടി വെക്കുന്നത് അതിനുശേഷമായിരിക്കും കുങ്കി ആനകളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്ന ഒരു നില ഉണ്ടാവുക. നിലവിൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെ ആനയുണ്ട്. എന്നാൽ കൃത്യമായ ലൊക്കേഷൻ, ആ രീതിയിലുള്ള ആനയെ നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോഴും ആന എത്തിയിട്ടില്ല. എന്നാൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. സിഗ്നൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 150-200 മീറ്ററിനുള്ളിൽ ആന ഉണ്ടെങ്കിൽ സിഗ്നൽ ലഭിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബാവലി കാട്ടിക്കുളം റൂട്ടിൽ ആന ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ കർണാടക വനാതിർത്തിയോട് തന്നെ ആ രീതിയിൽ തന്നെയാണ് സഞ്ചാരപാത എന്ന് പറയുന്നത്. തിരിച്ച് കേരളത്തിന്റെ വനത്തിനുള്ളിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമല്ല, മറിച്ച് കർണാടക വനാതിർത്തിയിലേക്ക് തന്നെ അല്ലെങ്കിൽ വനത്തിനുള്ളിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു നില തന്നെയാണ് ആന. ആ സഞ്ചാരപാതയിലാണ് ആന ഇപ്പോഴും തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരവും ആ നിലയിൽ തന്നെയാണ്. കർണാടക വനാതിർത്തിയിലേക്ക് ആന എത്തുകയാണെങ്കിൽ മയക്കുവെടി വെക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു, വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാരണം വനാതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണ നിരീക്ഷണത്തിലാവും തുടർന്ന് ആന ഉണ്ടാവുക. എന്തായാലും നിലവിൽ കേരള കർണാടക സംയുക്ത നീക്കമാണ് നടക്കുന്നത്. കൃത്യമായ വിവരം അവിടെ നിന്നും ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ കൃത്യമായ വിവരങ്ങൾ നേരിട്ട് ലഭിക്കുക കർണാടകത്തിനാണ്. അവർ കേരള വനംവകുപ്പിന് ഇത് കൈമാറുന്നു. ആ നിലയിലുള്ള ട്രാക്കിംഗ് സിസ്റ്റമായാണ് കേരള വനംവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനവാസ മേഖലയിലല്ല ആനയുടെ സാന്നിധ്യം ഇപ്പോഴും. ഈ ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ജനവാസ മേഖലയിലേക്ക് ആന ഇതുവരെ ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വനംവകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ലതീഷാണ് ആ വിവരങ്ങൾ.